എല്ലാവർക്കും നമസ്കാരം. അല്ല ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ 3 രാജ്യം കവർ ചെയ്തു. ഇപ്പം വെയിൽസിലേക്ക് പോകുന്ന വഴിയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് മല്ലുവിന് ചെറിയൊരു ചുമയും കഫക്കെട്ടൊക്കെ തുടങ്ങി. എന്നാലും നമ്മൾ ഡ്രൈവ് ചെയ്തു വെയിൽസിലേക്ക്. പക്ഷേ ഒരു ദിവസം ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. മരുന്നും റെമഡീസൊന്നും എടുത്തിട്ട് മല്ലുവിൻ്റെ സൗണ്ട് സെറ്റാവുന്നില്ല. അപ്പം ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കൺസൾട്ട് ചെയ്യാൻ പോവാണ്. കഴിയുന്ന മൊത്തം മരുന്നുകളും എല്ലാം നമ്മൾ ഉപയോഗിച്ച് നോക്കി. പക്ഷേ ത്രോട്ടിലെന്തോ ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് ഇപ്പം മല്ലുവിന് തോന്നുന്നത്. അല്ല മല്ലു? അപ്പം ത്രോട്ടിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പം നമ്മളൊന്ന് ഇവിടുത്തെ NHS ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയിട്ട് AAND എന്ന് പറയും, ആക്സിഡൻറ്റ്സ് ആൻഡ് എമർജൻസി എന്നുള്ള സെഷനിൽ പോയിട്ട് മല്ലുവിനൊന്ന് ട്രീറ്റ് ചെയ്യാൻ പോവാണ്. അവിടുന്ന് അവർ ഫുൾ ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇനി അഥവാ വല്ല വൈറസ് മറ്റോ ഉണ്ടെങ്കിൽ അവരെന്ത് പറയും. ഓക്കെ, കാണാം. ഹലോ, അമ്മ അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞോളാം. മല്ലു സൈലൻ്റായിക്കുക. കാരണം 2 ദിവസം കൊണ്ട് റെസ്റ്റ് എടുത്ത് 20-ാം തീയതി ദുബായിലേക്ക് പോകേണ്ടിയാണ്. ഇവിടെ നിന്ന് മല്ലു കറക്റ്റ് 15 മിനിറ്റ് ഉണ്ട്. നമ്മൾ ഗുഡ് മൈസ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്, NHSൻ്റെ ഗുഡ് മൈസ് ഹോസ്പിറ്റൽ. കാരണം നമ്മൾ സിറ്റിയിലായതിനെക്കൊണ്ട് അവിടെ എനിക്ക് തോന്നുന്നില്ല എത്ര സമയത്ത് എമർജൻസി ഹോസ്പിറ്റൽ എത്ര മണി വരെ ഉണ്ടാവുമെന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. പിന്നെ ട്രാഫിക്കാണ്. അപ്പോൾ നമുക്ക് നേരെ 2 ഹോസ്പിറ്റലാണ് നിയർ ബൈ ഉള്ളത്. ഒന്ന് NHSൻ്റെ ഗുഡ് മൈസ് ഹോസ്പിറ്റലും ഉണ്ട്, പിന്നൊന്ന് NHSൻ്റെ ന്യൂഹാം ഹോസ്പിറ്റലും ഉണ്ട്. അവിടെ ആകുമ്പം കുറച്ച് മലയാളീസിനോ നമ്മുടെ ഏഷ്യക്കാരൊക്കെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് 15 മിനിറ്റും കൂടി മാപ്പിൽ കാണിക്കുന്നുണ്ട്. ഭയങ്കര സങ്കടമായിപ്പോയി എനിക്ക്. കാരണം മല്ലുവിൻ്റെ കൂടെ ഞാൻ 15 ദിവസം സ്പെൻഡ് ചെയ്തു. കാരണം മല്ലു വരുന്നവർക്കൊക്കെ എല്ലാവരോടും സംസാരിച്ചു, എല്ലാവരോടും മിങ്കിൾ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഈവൻ സ്റ്റുഡൻസ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും. പെട്ടെന്ന് എനിക്ക് ശബ്ദം പോയപ്പോൾ എനിക്കൊന്നും പറയാനില്ല. ഞാനിപ്പോൾ 2 ദിവസമായി നല്ലപോലെ ഒന്ന് ഉറങ്ങിയിട്ട്. കാരണം രാത്രി 12 മണി വരെ മല്ലുവിൻ്റെ കൂടെ തന്നെയാണ്. രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം പെട്ടെന്നൊരു ഡൗൺ ടൈം വന്നു. ഒരു 15 ഡേയ്സ് മല്ലുവിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ട് പെട്ടെന്ന് ഒരാളെ ശബ്ദം പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ആക്റ്റീവായി, ഹൈപ്പർ ആക്റ്റീവായിട്ട് ഇവിടെ കോളുകൾ അറ്റൻഡ് ചെയ്തും ഇത്രയും വീഡിയോ ചെയ്ത്, അതും ഉറക്കമില്ലാതെ 4-5 മണിക്കൂറൊക്കെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് മല്ലു കയറ്റിയിരുന്നത്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ആയപ്പം സത്യം പറഞ്ഞാൽ എനിക്കും അങ്ങോട്ട് ഒരു എന്താ പറയുക, എനിക്കൊരു എനർജി വരുന്നില്ല സത്യം പറഞ്ഞാൽ. ഞാനും ഡൗണാ. എന്നീ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താക്കേണ്ടിയിരുന്ന തോന്നുന്നത്, ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരുന്ന തോന്നുന്നത്. ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ എനിക്ക് മെൻ്റലി ഐ എം നോട്ട് ഹാപ്പി. കാരണം മല്ലു ആകെ ഷോർട്ട് ടൈമേ ഉള്ളൂ. ഇനി 3 ഇന്നിപ്പോൾ 16, ഇനി 4 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കവർ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ലണ്ടൻ അണ്ടർഗ്രൗണ്ടും ലണ്ടൻ ബസ്സും ഒക്കെ കവർ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ആ പ്ലാൻ ഇനി ഈവൻ വെയിൽസ് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പ്ലാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന മട്ടോ കാണുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോട്ടെ. ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തിട്ട് ബാക്കി നമുക്ക് എന്താണ് ഡോക്ടർമാർ പറയുന്നത് നോക്കാം. ഓക്കെ. സമയം ഇപ്പോൾ രാത്രി 9 മണിയായി. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല മഴയുണ്ട്. ഇന്നലെ വരെ ഇവിടെ മഴയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇന്ന് മുതലിപ്പോൾ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ പ്ലാൻ പ്രകാരം ഇന്നത്തോടുകൂടി കാർഡിഫും കവർ ചെയ്ത് മല്ലുവിൻ ഇവിടെ എത്തുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ 2 ദിവസം ഇവിടെ ഹോട്ടലിൽ സ്റ്റക്കായിട്ട്. അപ്പം എനിക്കിപ്പോൾ ഇനി ഹോസ്പിറ്റലിൽ പോകാതെ എനിക്ക് നിവർത്തിയില്ല. കാരണം 2 ദിവസമായിട്ട് ശബ്ദം വരുന്നില്ല. മല്ലു ആണെങ്കിൽ നല്ല കുറയ്ക്കുന്നുണ്ട്. രാത്രി ഉറക്കവും പോയി എന്നാണ് പറയുന്നത് മല്ലുവിൻ്റെ. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്കപ്പ് ചെയ്താലേ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും മല്ലുവിന് ട്രാവലിന് തടസ്സങ്ങളോ ടിക്കറ്റ് ക്യാൻസലേഷനോ എന്തെങ്കിലും വരണമെങ്കിൽ ഇന്ന് ഹോസ്പിറ്റലിൽ പോയാലേ എൻ്റെ കാര്യം അറിയുള്ളൂ.
എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോകേണ്ടത്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ മാപ്പ് കാണിക്കുന്ന ഇതിലെയാണ്. നമുക്ക് കാർ ഇവിടെ പാർക്ക് ചെയ്യാലോ. മാസ്ക് ഉണ്ടോ? ഇവിടെ ഉണ്ടല്ലോ. ഞാൻ പോരടോ. ഹലോ, നമുക്ക് മെയിൻ റോഡിൽ പോയിട്ട് അടുത്ത എക്സിറ്റിലാണുള്ളത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. എമർജൻസി ആൻഡ് എമർജൻസി. ഇത് ഗുഡ്മൈസിലെ കിങ് ജോർജ് ഹോസ്പിറ്റലാണ്. ഐ ക്യാൻ സേ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഹോസ്പിറ്റലാണ് ഇവിടെ ടൗണിലെ. പിന്നെ ഒരുപാട് ഏഷ്യൻസ് വർക്ക് ചെയ്യുന്നൊരു ഹോസ്പിറ്റലാണിത്. പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾ ഉള്ള ഹോസ്പിറ്റലാണ്. ഒന്ന് ന്യൂഹാമും ഒന്ന് ഗുഡ്മൈസും. ഇത് അവിടെ കണ്ടോ, നല്ല തിരക്കാണ്. നമുക്ക് അവിടെ കാർ പാർക്ക് ചിലപ്പോൾ അലൗഡ് അല്ല. എന്തായാലും പോയി നോക്കാം. ഇവിടെയാണ് കാർ പാർക്ക് കാണിക്കുന്നത്. ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് നടക്കാം. ഹലോ, ഇവിടെ കാർ പാർക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ക്യൂ ഉണ്ടല്ലേ. അപ്പം നമ്മൾ ഈ ക്യാമറ ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെന്താക്കില്ല, മല്ലുവിനെ എൻ്റർ ചെയ്യില്ല. ഓക്കെ, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മല്ലുവിന് സംഭവം മനസ്സിലായി, നമുക്ക് മനസ്സിലായി ഇത്രയും സുഖമില്ലാതെ കൊണ്ടുവന്ന്. പക്ഷെ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവർ കഴിയുന്നതും മരുന്നൊന്നും തരാതെ വീട്ടിലിരിക്കാനേ അവർ നോക്കുകയുള്ളൂ. അപ്പം മല്ലു ക്യാമറ മിക്കവാറും അലോ ചെയ്യുന്ന തോന്നുന്നില്ല. പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. മാസ്ക് ഒക്കെ എല്ലാവരും ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ലോങ് ക്യൂ ആണ്. ഇത്ര ലോങ് ക്യൂ എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ കോവിഡ് ആയത് കാരണമാണെന്ന് തോന്നുന്നു ഇവിടെ ലോങ് ക്യൂ ആണ്. കോവിഡ് ആയത് കാരണമാണ് ലിമിറ്റഡ് നമ്പർ ഓഫ് പേഷ്യൻസിനെ മാത്രമേ അവർ ഹോസ്പിറ്റലിലേക്ക് കടത്തി വിടുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പുറത്ത് ക്യൂ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം അരമണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും ആ ലോങ് ക്യൂ അതുപോലെ ഉണ്ട്. അപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ അറിഞ്ഞ് ഇവിടെ കയറ്റില്ല, അവിടെ വീട്ടിലിരിക്കണമെന്ന്. അപ്പോൾ നമ്മളെ ക്യൂന്ന് പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്നും എന്താക്കില്ല. സോ ഗായ്സ്, അപ്പം നമ്മളെ ക്യൂന്നും സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കി. കാരണം എന്താ വെച്ചാൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പം മല്ലു നല്ല ചുമച്ചു. മല്ലുവിനൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ സെക്യൂരിറ്റിയൊക്കെ കുറച്ചൊന്ന് 2 മീറ്റർ അല്ല, ഒരു 5 മീറ്റർ വരെ ഡിസ്റ്റൻസ് മാറി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വന്നാൽ നിങ്ങൾ 111 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട് ഇവിടുത്തെ ആംബുലൻസിൻ്റെ. അവരെ വിളിച്ചിട്ട് NHSനെ വിളിച്ചിട്ട് അഡ്വൈസ് ചോദിക്കാനാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ വരരുത്, ഹോസ്പിറ്റലിൽ വരരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ അതുകൂടാതെ തന്നെ അവിടെ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. നമ്മൾ മൊബൈൽ എടുത്തപ്പോൾ പറഞ്ഞു ആ ഏരിയയിൽ ഷൂട്ടിങ് അവിടെ എല്ലാം പറഞ്ഞിട്ട് നമ്മളെന്താക്കി, നമ്മൾ തിരിച്ച് ബാക്ക് ടു റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി 111 വിളിച്ചിട്ട് അവരോട് ചോദിച്ചു നോക്കണം ഇങ്ങനെ ഇൻഫെക്ഷൻസ് ഉണ്ട്, എന്താ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്.
കാരണം എന്താ പറയുക, അവരിപ്പോൾ ഏതായാലും നമുക്ക് എൻട്രി തന്നില്ല. തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ മല്ലുവിന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. അവർ പ്രിപ്പറേഷനിലാണുള്ളത്. അപ്പം ഒരു ടർക്കിഷ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ടർക്കിഷ് ടീ കിട്ടി. നല്ല സ്ട്രോങ് സാധനമാണ്. അപ്പം പുള്ളിക്ക് ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ഉള്ളത്, ഇങ്ങനെയാണെങ്കിൽ ടർക്കിഷ് ടീ നല്ല ഉപകാരപ്പെടുന്നൊരു സാധനമാണ് ടർക്കിഷ് ടീ. അപ്പോൾ ഞാനൊന്ന് പുള്ളിക്ക് കാറിൽ കൊണ്ടുപോയി കൊടുക്കട്ടെ. അതുപോലെ പുള്ളി നല്ല ഷുഗർ കൂട്ടില്ല. എത്ര പറഞ്ഞാലും എത്രയാ ഷുഗർ വാരി കൂട്ടുക. പുള്ളി കാറിലിരിക്കുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. പുള്ളി വണ്ടിയിലിരിക്കുന്നുണ്ട്, നമുക്ക് ടീ കൊടുക്കാം. മല്ലു, ആ നല്ല സ്ട്രോങ് ടർക്കിഷ് ടീയാ. തൊണ്ടക്ക് അടിപൊളിയായിട്ട് പിടിച്ചു. ഒന്ന് പിടിച്ചു നോക്കിയാ, സ്ട്രോങ് ആണോ? ഓക്കെ, സ്ട്രോങ് അല്ലേ? മധുരമല്ലേ? ഓക്കെ. ഇല്ല, എനിക്ക് തോന്നി, ഞാൻ വീഡിയോയിലായി പറഞ്ഞിട്ടുണ്ട് മല്ലുവിന് നല്ല മധുരം വേണമെന്നുള്ളത്. ഞാൻ എന്തായാലും ഫുഡ് ഓർഡർ ചെയ്തിപ്പോൾ പക്ഷേ തരാം. ഓക്കെ. സോ ഗായ്സ്, ഫുഡ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഓഹോ, 2 പാക്ക് ഉണ്ട്. താങ്ക് യു വെരി മച്ച്. വീണ്ടും മഴയാണ്. ബാക്ക് ടു റൂം. ഫുഡ് വാങ്ങി ഇപ്പം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം റൂമെത്തി. ബാക്കി റൂമിൽ വാങ്ങിയ മരുന്ന് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരണം. എന്താണ് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആയാലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ. റെഡി. काट ले ये മെസ്സപ്പാണ്. ഓക്കെ, ഇന്ന് ഞാൻ വാങ്ങിയത് ഹണി, പിന്നെ സ്ട്രെപ്സിൽസ് വാങ്ങി, അതുപോലെ തന്നെ ഡ്രൈ കഫ് പോകാൻ വേണ്ടിയിട്ട്, പിന്നെ വിക്സ്. പക്ഷെ മല്ലു ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു, സ്ട്രോങ് ഇല്ലല്ലേ. പിന്നെ ഇൻഹേലർ, പിന്നെ അതുപോലെ തന്നെ ഹണിയും മഞ്ഞളും കൂടി മിക്സ് ആക്കിയിട്ട് തൊണ്ടയിലെ ഇത് കഫം പോകാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഫുഡ് കഴിക്കാം. ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. പിന്നെ എന്താ പറയുക, മല്ലു എന്തായാലും ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ 1-2 ദിവസം സമയം എടുക്കും. അപ്പോൾ 2 ദിവസം വോയിസ് വന്നാലേ ബാക്കി ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം കേട്ടോ. 2000 years later. ഓക്കെ, ഇന്ന് ശനിയാഴ്ചയാണ്. നിങ്ങൾ കണ്ട ഹോസ്പിറ്റലിൽ പോകുന്ന ആ ഒരു രംഗങ്ങളില്ലേ, അതൊക്കെ നടന്നത് 2 ദിവസം മുമ്പാണ്. ഞാനിപ്പോൾ ലണ്ടനിലാണ്. പിന്നെ മൊത്തം 4 ദിവസമായി ഞാൻ റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ട്. ഇന്നും കൂടി കൂട്ടിയിട്ട് 5ാമത്തെ ദിവസം ഇത്. ഈ 5 ദിവസമായിട്ട് ഞാൻ ഹോട്ടൽ റൂമിൽ തന്നെയാണ്, പുറത്തൊന്നും പോകാറില്ല. ഇപ്പോൾ ഞാനുള്ളത് റോഷൻ ബ്രോൻ്റെ റൂമിലാട്ടോ, അവിടെ വീട്ടിലുള്ളത്. കാരണം നാളെ ഞായറാഴ്ച ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ എന്താ പറയുക, എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആക്ച്വലി എനിക്കിത് ഉണ്ടായിരുന്നു 2018 കേരള ടു സിംഗപ്പൂർ പോകുമ്പം എനിക്ക് മോറയിൽ വെച്ചിട്ട്, ഇംഫാലിലെ മോറയിൽ വെച്ചിട്ട് എനിക്കിതുണ്ടായിരുന്നു. ഇങ്ങനെ സൗണ്ട് പോയിരുന്നു. പിന്നീട് ഒരു 35 ദിവസം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ എൻ്റെ സൗണ്ട് ശരിയായത്. സെയിമാണ്. ഞങ്ങൾ അയർലൻഡ്, നോർത്തേൺ അയർലൻഡ് പോയപ്പം കടലൊക്കെ ഒരുപാട്, ഷിപ്പിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് തണുപ്പ് കൊണ്ടും വീഡിയോസ് കുറച്ച് എടുത്തിട്ടില്ലായിരുന്നു. വീഡിയോസ് കാണിക്കാത്ത പല സ്ഥലങ്ങൾ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ത്രോട്ടിൽ ഇൻഫെക്ഷൻ വന്നു. ആ ഇൻഫെക്ഷനോട് കൂടിയിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വീഡിയോ ചെയ്യാൻ പോയത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വീഡിയോ 5 ദിവസം മുമ്പെങ്ങാണ്ട് ഷൂട്ട് ചെയ്താണ്. അതാണ് നിങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച കണ്ടത്. പിന്നെ
ആ വീഡിയോയിൽ കുറേ പൊട്ടത്തെറ്റുകളുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ആക്ച്വലി ആ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത്ര കോൺഷ്യസ് ആയിരുന്നില്ല. എന്താ പറയുക, ഒരു അസുഖം പിടിച്ച് കിടക്കുന്ന സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത്. അപ്പം പിന്നെ 42 മിനിറ്റ് വീഡിയോ ഉണ്ട്, 40 മിനിറ്റ് ആ വീഡിയോ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് എഡിറ്റ് ചെയ്യുമ്പം ചെറിയ 2-3 പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പ് നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്റ്റേഡിയം കാണാൻ പോയിരുന്നു. അപ്പം അങ്ങനെ ഒന്ന് കൊളാപ്സ് ആയിപ്പോയി കേട്ടോ. മാഞ്ചസ്റ്റർ സിറ്റി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. പിന്നെ ബെക്കാമിൻ്റെ ഷൂസ് ആക്ച്വലി അത് തെറ്റുപറ്റിയതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഷൂസാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിന് മുകളിൽ ബെക്കാമിൻ്റെ കണ്ടപ്പോൾ എക്സൈറ്റ്മെൻറ്റിലങ്ങ് കയറിപ്പോയിട്ടുള്ളത്. പിന്നെ പേഴ്സണലി ഞാൻ അത്ര വലിയൊരു ഫുട്ബോൾ ഭ്രാന്തനല്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് ക്രിസ്ത്യാനോനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരു എല്ലാ ലീഗ് ഫുട്ബോളൊന്നും കാണുന്ന വ്യക്തിയല്ല. അപ്പം സ്വാഭാവികമായിട്ട് തെറ്റ് വരും. ഇപ്പം തന്നെ കണ്ടോ, സംസാരിച്ചപ്പം കിടക്കാൻ തുടങ്ങി, പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്, സൗണ്ട് ആയിട്ടില്ല. അപ്പം വേറെ എന്താ പറയുക, ഇനിയിപ്പം നാളെ ഞായറാഴ്ച വൈകുന്നേരം എൻ്റെ ഫ്ലൈറ്റാണ്. ഞാൻ നേരെ ദുബൈയിലോട്ട് പോകുന്നു. ലണ്ടനിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. മാഡം തുസാഡ് മ്യൂസിയം ഉണ്ടായിരുന്നു, അതുപോലെ എൻ്റെ മെട്രോ ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളിവിടെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല, എല്ലാം കൂടി വെള്ളത്തിലായി. പിന്നെ അതുപോലെ വെയിൽസ് ഞങ്ങൾ പോയിരുന്നു. വെയിൽസ് പോയി കാർഡിഫ് ഒരു ദിവസം പോയി വന്നതല്ലാതെ പിന്നെ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് കണ്ടിന്യൂസ്ലി സംസാരിക്കാൻ പറ്റുന്നില്ല, ബ്രേക്ക് എടുക്കണം, അതുകൊണ്ടാട്ടോ. ഇതേപോലെ ട്രാവൽ ടൈമിൽ നമുക്ക് ഇതോടെ സിക്നസ് ഉണ്ടാവും കേട്ടോ. എല്ലാവരും കെയർ ചെയ്യണം. ബാക്കി സൗണ്ടൊക്കെ തിരിച്ചു വന്നിട്ട് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരും. വേറെ എന്താ പറയുക, ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു വീഡിയോ മാത്രമേ വരാനുള്ളൂ. UK പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. അപ്പം UK എന്നുള്ളത് പല സ്റ്റുഡൻസിനും ഡ്രീം ലൊക്കേഷനാണ്. അപ്പോൾ UK പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഹെൽപ്ഫുള്ളായ ഒരു വീഡിയോ നാളെ വരും. അത് ശരിക്കും ഞാൻ വന്ന ദിവസം മുതൽ ഇവിടുത്തെ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വെച്ചിരുന്നു. ഒരുപാട് ക്ലിപ്സ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ സൗണ്ട് ഉള്ള സമയത്ത് ചെയ്ത് തന്നെ ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിനോട് ചോദിച്ച് മനസ്സിലാക്കിയാണ് നിങ്ങൾ. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളാവുന്നൊരു വീഡിയോ നാളെ വരും. എല്ലാവരും മറക്കാതെ കാണണം കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. സൗണ്ടൊക്കെ ശരിയാവും. അടുത്ത രാജ്യം പോകാനുള്ള ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. ദുബൈയിലേക്ക് പോയിട്ട് സൗണ്ടൊക്കെ ഒന്ന് ആവട്ടെ കേട്ടോ. അടിപൊളി ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്.